നമുക്കിന്ന് സ്പെഷ്യലായിട്ടൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഞാൻ ആദ്യമായിട്ടാണ് കൂന്തൽ കഴിക്കാനും വെക്കാനും പോകുന്നത്. എന്താവുന്നൊന്നും എനിക്കറിയില്ല. അച്ചായ എന്നോട് പറഞ്ഞു കൂന്തൽ മര്യാദയ്ക്ക് വേവിച്ചില്ലെങ്കിൽ അത് എന്താ റബ്ബർ പോലെ ആവും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കാം, ഫസ്റ്റ് ട്രൈ അല്ലേ, പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ പോവുകയാണ്. എനിക്കിത് അറിഞ്ഞോടാ സത്യം പറഞ്ഞത് എങ്ങനെ കുക്ക് ചെയ്യേണ്ടത്. ഞാൻ യൂട്യൂബിൽ 1, 2, 3 വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ചെയ്യണത്. എനിക്കാണെങ്കിൽ എപ്പോഴും ഞാൻ മറക്കൂട്ടെ. അപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും മീനാണെങ്കിലും ഫ്രീസറിൽ നിന്ന് തലേദിവസം എടുത്ത് വെക്കാൻ, അല്ലെങ്കിൽ അമ്മ എപ്പോഴും പറയും 2 മണിക്കൂർ മുന്നെങ്കിലും എടുത്ത് വെക്കണം. ഞാനത് എപ്പോഴും മറക്കും. കുക്ക് ചെയ്യണതിന് തൊട്ട് മുന്നേ മാത്രമേ ഞാൻ എടുത്ത് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1.5 സബോള എടുത്തിട്ടുണ്ട്. ഇത്ര ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പാൻ വെച്ചിട്ട് സബോള ആദ്യം ഇട്ട് 2 കളർ സബോള നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഹാഫ് സൈസിൻ്റെ ഒരു പിങ്ക് കളർ സബോള ഉണ്ടായത് കൊണ്ട് ഞാൻ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തു. ഇപ്പോൾ വഴന്ന് വരുമ്പോൾ ഇത് എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ നന്നായി മിക്സ് ചെയ്യണത്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതായത് നല്ല ഫ്രീസായിട്ടിരിക്കണം. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇത് തലേദിവസം അരിഞ്ഞിട്ട് അതിൽ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ തിരുമ്പി വെച്ചിട്ടുള്ള ഇതാണ് കേട്ടോ. പിന്നെ തക്കാളി ഒരു ഹാഫ് സൈസ് തക്കാളി എടുക്കണുള്ളൂ. തക്കാളി അധികം കൂട്ടാറില്ല, കാരണം തക്കാളി അധികം കൂട്ടിയ മൂത്രത്തിൽ കല്ല് വരുന്നു പറഞ്ഞിട്ട് അധികം കൂട്ടാറില്ല. ഇവിടെ ഞങ്ങൾക്കൊക്കെ മൂത്രത്തിൽ കല്ല് ഓൾറെഡി ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇടുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞത് ഇടണോ വേണ്ടതെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ ഇട്ടു. പിന്നെ നമ്മുടെ കൂന്തങ്ങൾ കൂടി ഇട്ടിട്ട് ഒന്ന് ഉടച്ച് കിടക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അതിലിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറേ അധികം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കായിരുന്നു ഇത് വെന്തോന്ന്. അങ്ങനെ ഇത് കുറച്ച് കഴിഞ്ഞു. അങ്ങനെ ഇതാണ് ലാസ്റ്റ് പരിപാടി. എന്തായാലും കുഴപ്പമില്ല, സംഭവം ടേസ്റ്റ്